ഹായ് ഫ്രണ്ട്സ്, ഫോർ ഷൈനിങ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രീ ഒരുക്കൽ, ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കൽ, അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യൽ, അതൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ട്രീ ഒക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഈ തവണ ഞാനൊരു പുൽക്കൂടും കുറച്ച് ലൈറ്റും മാത്രമേ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഴയ സെറ്റുകളാണ്. പുൽക്കൂട് മാത്രമേ എൻ്റെ പുതിയതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പുൽക്കൂടിനായിട്ട് ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇതിന് വെറും 270 രൂപയുള്ളൂ കേട്ടോ. അതിപ്പോൾ നമുക്കെല്ലാം സെറ്റായിട്ടാണ് കിട്ടുന്നത്. നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ പട്ടിക കഷ്ണങ്ങൾ, മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പുൽക്കൂട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ക്രൂ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഈ പുൽക്കൂടൊന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ എല്ലാം തന്നെ സ്ക്രൂ ഒക്കെ ഇട്ട് നല്ലപോലെ മുറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം അങ്ങോട്ട് ചുമ്മാ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡിയാക്കി. ഇനി അതങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് മണ്ണാണ് കേട്ടോ. ഇത് എന്ത് മണ്ണാണെന്നറിയോ? നമ്മുടെ പറമ്പിലൊക്കെ ഈ ചെതൽപ്പുറ്റ് മണ്ണുണ്ടല്ലോ, അത് നല്ല പശയുള്ള മണ്ണാണ്. അപ്പോൾ ഞാൻ മണ്ണായിട്ട് എടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാം വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം ഇതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിക്ക് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുൽക്കൂട് നമ്മളവിടെ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ചാക്കുണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് എന്തെങ്കിലും ഇങ്ങനെ വിരിച്ചിടാം. നമ്മുടെ ടൈലില്ലെങ്കിൽ വൃത്തികേടാവും. എന്നിട്ട് നമ്മൾ ഈ മണ്ണ് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ല പശയുള്ള മണ്ണാണ്, നല്ല ക്ലേ പോലെ ഇരിക്കും ഈ ഒരു മണ്ണ്. അതാണ് ഈ ചെതൽപ്പുറ്റു മണ്ണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സാധാ മണ്ണ് എടുക്കുകയാണെങ്കിൽ ഇത്രയും നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല പശയുള്ള മണ്ണായ കാരണം നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും. ഈ ചെതൽപ്പുറ്റ് പോലത്തെ മണ്ണാണ് ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ കുഴച്ച മണ്ണ് എടുത്തിട്ട് ഈ സൈഡിൽ കൂടി ഈ ഒരു രീതിയിലാട്ടോ ഞാനിവിടെ ചെയ്തിട്ട് പോകുന്നത്. ഇതിന് ചുറ്റും നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല പോലെ മിനുസപ്പെടുത്തണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൈ മുക്കിയിട്ട് ഇങ്ങനെ മിനുസപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് മിനുസായിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ ഇത് ഫിനിഷിങ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുഭാഗത്തിൽ കൂടി ഇങ്ങനെ വഴി പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചാക്ക് കാണാത്ത രീതിയിൽ അവിടെ മണ്ണിടണം കേട്ടോ. പിന്നെ ഞാനൊരു ചിരട്ട വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ചാക്ക് കാണാത്ത രീതിയിൽ മണ്ണോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒഴുക്കുമണൽ കിട്ടിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതിലപ്പുറം നടക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഞാനിവിടെ ചെയ്തത് കേട്ടോ. ഒരുപാട് വലിയ ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെ ഇഷ്ടമാവുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ചെറിയ രീതിയിൽ ചെയ്തത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നേക്ക്. ഇനി നമുക്ക് ട്രീ അലങ്കരിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ട്രീ. ഈ ട്രീ ഒരു 5-6 വർഷമെങ്കിലും പഴക്കം കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിൽ പഴയ ട്രീ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. നമുക്കിപ്പോൾ എല്ലാ വർഷവും പുതിയതൊന്നും വാങ്ങിച്ച് നമുക്ക് അലങ്കരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഒരു 5-6 വർഷം പഴക്കമുള്ളതാണ്. നമ്മളിത് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ബൗളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് അലങ്കരിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂടും ട്രീ എല്ലാം അലങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഇനി നമുക്കിതിനകത്ത് ലൈറ്റൊക്കെ ഇടണം. അപ്പോൾ അതൊക്കെ വീഡിയോയിലൂടെ തന്നെ എല്ലാവർക്കും തന്നെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും കാണാൻ റെഡി ആയിട്ടിരുന്നോ. ചെറിയ രീതിയിൽ ചെയ്യുന്നതാണേ. ഇനി ഞാനിവിടെ ഈ മണ്ണ് തൂളി കൊടുത്തിട്ടുണ്ടല്ലോ, തേനയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 2-3 മണിക്കൂർ നമുക്ക് തേന കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ തൂളി കൊടുക്കുകയാണെങ്കിൽ നല്ല പച്ച പുല്ല് പോലെ ഇങ്ങനെ വളർന്നു നിൽക്കും കേട്ടോ. അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ പച്ചപ്പ് പോലെ നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് തേന കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തേന കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കടുക് ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഇങ്ങോട്ട് തൂളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് തൂളി കൊടുത്താലും ഇങ്ങനെ പച്ച പുല്ല് പോലെ തന്നെ നിന്നോളും. ഇനിയിപ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുത്താലും ഇത് പുല്ല് പോലെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് കനത്തിലിട്ടുണ്ട, എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ മണ്ണിട്ട് ആ ചാക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നല്ല പോലെ തന്നെ കിളിർത്ത് ഇങ്ങനെ പച്ചപ്പ് പോലെ തന്നെ നിന്നോളും. ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് മുളച്ചോളൂ കേട്ടോ. കറക്റ്റ് ഒരാഴ്ചയൊക്കെ വേണം നന്നായിട്ടിങ്ങ് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഈ പച്ചപ്പുല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മൃഗങ്ങൾ നിൽക്കുന്ന ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം ഞാനിവിടെ തേനയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ തേന എന്ന് പറയുന്നത് കിളികളൊക്കെ കഴിക്കുന്ന ഫുഡാണ് കേട്ടോ. അത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പം നമുക്ക് ഈ തേന തൂളി കൊടുക്കുന്നത് അനുസരിച്ചാണ് കേട്ടോ ഇവിടെയൊക്കെ പുല്ല് മുളയ്ക്കുന്നത്. അപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ മൃഗങ്ങൾ ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാൻ ഫുള്ളായിട്ടും തന്നെ തേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റത്തെ ഭാഗം. അപ്പോൾ നമ്മുടെ ട്രീ ഒരുക്കലും പുൽക്കൂട് ഒരുക്കലും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തേനയിട്ട ഭാഗങ്ങൾ മുളച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഞാൻ വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ തെന ഇട്ട് കൊടുത്തതിന് ശേഷം ഡെയിലി തന്നെ വെള്ളം സ്പ്രേ ചെയ്യണം കേട്ടോ, എന്നാലാണ് ആ തെനയൊക്കെ മുളച്ച് വരുള്ളൂ. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്.
അപ്പോൾ അതാ നമ്മൾ തേനയിട്ട് കൊടുത്തതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. കറക്റ്റ് ഇതൊരു 4 ദിവസത്തിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇതെല്ലാം തന്നെ മുളച്ചിങ്ങ് പുല്ല് പോലെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് മുളച്ചതും കൂടി ഞാൻ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരാഴ്ചയൊക്കെ കഴിയണം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ പുൽക്കൂടും ട്രീ ഒക്കെ ഒരുക്കാവുന്നേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഭയങ്കര സന്തോഷമാകും അവർക്കൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ചുമ്മാതെ അങ്ങ് ആരും പോവരുത് കേട്ടോ. ഞങ്ങളുടെ ചാനലൊന്നും മറക്കാതെ മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും തന്നെ മടി കാണിക്കണ്ട. കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ഓക്കെ ബൈ ബൈ. താങ്ക്